ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മീർപ്പിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി രേവതി കെട്ടിയിരുന്ന പൂമാലെല്ലാം വണ്ടിയിലേക്ക് കയറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഭയങ്കരമായിട്ട് തന്നെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സച്ചി പറയുന്നത് ഇവന് ഇതിനുമാത്രം വർത്തമാനം പറഞ്ഞിട്ട് എന്താ ഉള്ളതെന്ന് ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ നാട്ടിലെ അവൻ്റെ ഭാര്യ ആയിരിക്കുമെന്ന് നമ്മുടെ രേവതി മറുപടി പറയുന്നുണ്ട്. അതിനിവൻ കല്യാണം കഴിച്ചിട്ട് വേണ്ടേന്ന് സച്ചി ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണായിരിക്കും കൂടുതലെന്ന് പറയാം കേട്ടോ. അതിനുശേഷം ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി കയറ്റി വെച്ചിരിക്കുന്ന ബോക്സിൽ നിന്ന് 2 പൂമാല എടുത്ത് കയ്യിലേക്ക് പിടിക്കുന്നത് ഇത് കാണുന്ന സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട്, ഇതെന്താ നിങ്ങൾ കാണിക്കുന്നത്? എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഇത്രയും വലിയൊരു ഓർഡർ നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നല്ലേ, ഇതിപ്പോൾ കിട്ടുന്ന സമയം വരെ ഈ ഒരു ഓർമ്മ നമുക്ക് വേണമല്ലോ, അതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോ എടുക്കാൻ പറയുന്ന സമയത്ത് രേവതി പറയുകയാണ്, അതിന് പൂമാല കിട്ടിയത് ഞാനല്ല, ഇപ്പം എൻ്റെ അല്ലേ ഫോട്ടോ വേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഓർഡർ പിടിച്ചത് ഞാനല്ല, അതുകൊണ്ട് എൻ്റെ ഫോട്ടോ മതിയെന്ന് സച്ചി പറയുകയാണ്. അങ്ങനെ സച്ചി ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് സച്ചി പറയുന്നത് എന്തായാലും ഫോട്ടോ എടുക്കല്ലോ, വണ്ടിയോട് കൂട്ടി കുറച്ച് ലോങ്ങിൽ ഫോട്ടോ എടുത്തു, അപ്പോൾ എൻ്റെ ഫുൾ സൈസിലും കിട്ടുമല്ലോ എന്നിങ്ങനെ സച്ചി പറയുകയാണ്. രേവതി സച്ചിയുടെ ഫോട്ടോ എടുക്കാൻ കേട്ടോ. ഇവർ ഫോട്ടോയൊക്കെ എടുത്ത് തിരിച്ച് പൂമാല വണ്ടിയിൽ കയറ്റി വെക്കുന്ന സമയത്തും വണ്ടിയുടെ ഡ്രൈവർ കോള് വിളിച്ച് കഴിഞ്ഞിട്ടില്ല. ഇത് കാണുന്ന സമയത്ത് സച്ചി വന്നിട്ട് പറയുകയാണ്, മതിയുടെ എത്ര നേരമായി, ഇത് കൃത്യസമയത്തിന് എത്തിക്കേണ്ടതാണെന്ന് പറയുന്ന സമയത്ത് ഞാൻ എത്തിച്ചോളാം ചേട്ടാ, ചേട്ടൻ പേടിക്കുകയൊന്നും വേണ്ടാന്ന് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ പറയുന്നുണ്ട്. എന്നാൽ വണ്ടി ഓടിക്കുന്ന സമയത്തും ഇദ്ദേഹം കോള് വെക്കുന്നില്ല കേട്ടോ, കോള് വിളിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഈ ഒരു കാഴ്ച കാണുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, ഇങ്ങനെ എന്നെ വണ്ടി ഓടിച്ചു പോകണം, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതിന് കരയേണ്ട കാര്യമില്ല, ഇവനോടൊക്കെ എത്ര പറഞ്ഞാലും കേൾക്കില്ല എന്നൊക്കെ പറയുക കേട്ടോ. അതിനുശേഷം രേവതിയായിട്ട് നീ കൃത്യസമയത്ത് തന്നെ പൂമാല കിട്ടി തീർത്തു, നീ വലിയൊരാൾ തന്നെയാണ് കേട്ടോ എന്ന് പറയുകയാണ്. ഇത് കേട്ട് രേവതി വളരെ സന്തോഷത്തോടെ തന്നെ അകത്തേക്ക് കയറി പോകാൻ കേട്ടോ. ഇതേ സമയം തന്നെ പാർട്ടിയിലെ വിജയകുമാർ സാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ലാത്ത ഓട്ടത്തിലാണ്. കാരണം ഇന്നാണല്ലോ അദ്ദേഹത്തിന്റെ പാർട്ടി കസേര തീരുമാനിക്കുന്നത്. ഈ ഒരു വിവാഹം നടക്കുകയാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും പാർട്ടിയിൽ കസേര കിട്ടുമെന്നാണ് വിജയകുമാർ സാർ കരുതുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണ് പൂമാലയ്ക്കുള്ള ഓർഡർ കൊടുത്തിരിക്കുന്ന വണ്ടി ഇതുവരെ എത്തിയിട്ടില്ല എന്ന് അറിയുന്നത് കേട്ടോ. ഇത് കേട്ട ഉടനെ തന്നെ അദ്ദേഹം അനൂപിനെ വിളിച്ചിട്ട് പറയുന്നത്, അനൂപ് ഇതുവരെ പൂമാലയ്ക്കുള്ള വണ്ടി എത്തിയില്ലല്ലോ, നിന്റെ കൂട്ടുകാരൻ പൂമാല കെട്ടി കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂമാല കെട്ടിയ വണ്ടി ഇങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, എന്തായാലും കൃത്യസമയത്തിന് ഇവിടെ എത്തുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനൂപ് വിജയകുമാർ സാറിനെ സമാധാനിപ്പിച്ചിരുത്തുകയാണ്. ഇത് തന്നെ പൂമാലയുമായിട്ട് പോകുന്ന ഡ്രൈവർ ഫോൺ വിളി നിർത്തിയിട്ടില്ല. അദ്ദേഹം തൻ്റെ ഭാവി വധുവിനോടായിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. ഈ ഒരു തക്കം നോക്കി തന്നെ ആന്റണിയും കൂട്ടുകാരും വണ്ടി ഓവർടേക്ക് ചെയ്യാണ് കേട്ടോ. പോകുന്ന വഴിക്ക് തന്നെ ഇദ്ദേഹത്തോടായിട്ട് പറയുന്നുണ്ട്, ചേട്ടാ വണ്ടിയുടെ ടയർ പഞ്ചറാണ്, ബാക്ക് വീൽ ഇപ്പം തന്നെ ഡാമേജ് ആകുമെന്നൊക്കെ വിളിച്ച് പറയുമ്പോഴത്തേക്കും കോൾ നിർത്താതെ തന്നെ ഡ്രൈവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാക്ക് ടയറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ഇദ്ദേഹം ബാക്ക് ടയർ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ, കോള് വിളിച്ചുകൊണ്ട് തന്നെ ആ പെണ്ണോട് സംസാരിച്ചുകൊണ്ട് വണ്ടിയുടെ ബാക്ക് സൈഡിൽ വന്ന് നിൽക്കുകയാണ്. ഈ ഒരു തക്കം നോക്കി തന്നെ ആന്റണിയും കൂട്ടരും കൂടി വണ്ടി എടുത്തോട്ട് പോവുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ഡ്രൈവർ. അദ്ദേഹം സച്ചിനെ ഒരുപാട് തവണ വിളിക്കുന്നുണ്ട്, പക്ഷേ സച്ചി കോൾ എടുക്കുന്നില്ല. ഇതേ സമയം തന്നെ അനൂപ് ഒന്നുകൂടി സച്ചിനെ വിളിച്ചിട്ട് പൂമാല കയറ്റി വിട്ടോ എന്നൊക്കെ കൺഫേം ചെയ്യുന്നുണ്ട്. കോള് കട്ട് ചെയ്ത് ഫോണിലേക്ക് നോക്കുന്ന സമയത്താണ് പൂമാല കൊണ്ടുപോയിക്കുന്ന ആ വണ്ടിയുടെ ഡ്രൈവർ വിളിച്ചേക്കുന്നത് കാണുന്നത്. ഇദ്ദേഹം എന്തിനായിരിക്കും ഇത്ര ആൾ വിളിച്ചതെന്ന് അറിയാനായിട്ട് സച്ചി തിരിച്ചു വിളിക്കുന്ന സമയത്താണ് തൻ്റെ വണ്ടി മോഷണം പോയി എന്നുള്ള കാര്യം ഡ്രൈവർ പറയുന്നത് കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് സച്ചിക്ക് ഭയങ്കര ഷോക്കാവുന്നുണ്ട്. സച്ചിയോട് രേവതി കാര്യം തിരക്കുന്ന സമയത്ത് വണ്ടി നഷ്ടപ്പെട്ടു, പൂമാലയുമായിട്ട് പോയ വണ്ടി ആരും മോഷ്ടിച്ചു എന്നൊക്കെ അറിയുമ്പോഴത്തേക്കും രേവതിക്കും ഭയങ്കര ഷോക്കാവുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ടെൻഷനിൽ നിൽക്കുന്നുണ്ട് രണ്ടുപേരും. ഈ ഒരു സമയത്ത് സച്ചി പറയുന്നത് എന്തായാലും വണ്ടി കണ്ടെത്തണം, ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോകാതിരിക്കുന്ന സമയത്ത് രേവതി പറയുന്നത്, നിങ്ങൾ മാത്രം പോകേണ്ട, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയും കൂടെ ചെല്ലുകയാണ് കേട്ടോ. ഓട്ടോയുമായിട്ട് പോകുന്ന പാതി വഴിയിൽ എത്തുന്ന സമയത്ത് ഡ്രൈവറോട് എവിടെയായിട്ടാണ് വണ്ടി നിർത്തിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അടുത്തേക്കായിട്ട് സച്ചി ചെല്ലുകയാണ്. ഈ ഒരു സമയത്ത് അദ്ദേഹം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കും സച്ചിക്ക് ദേഷ്യം കൂടിയാണ്. സച്ചി വന്നിട്ട് പറയുന്നുണ്ട്, ഈ ഫോൺ വിളിയാണ് എല്ലാത്തിനും കാരണമെന്നൊക്കെ പറയുന്ന സമയത്ത്, അല്ല ചേട്ടാ ഞാൻ ഫോൺ വിളിച്ചുകൊണ്ടിരുന്നിട്ടല്ല, എൻ്റെ കയ്യിൽ നിന്ന് അവർ മോഷ്ടിച്ചുകൊണ്ട് പോവുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, ഓടിച്ചോട്ട് പോയിരുന്ന വണ്ടി എങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് പോകാനാണ് നീ പറയുന്നതെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അതല്ല ചേട്ടാ, ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് വണ്ടിയുടെ ടയർ പഞ്ചറായി എന്ന് പറഞ്ഞു, അത് നോക്കാനായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് ഇവർ വണ്ടിയും കൊണ്ട് പോയത് എന്ന് പറയുകയാണ് കേട്ടോ ഈ ഡ്രൈവർ. പെട്ടെന്ന് തന്നെ സച്ചി പറയുന്നുണ്ട്, ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ടയർ പഞ്ചറായി കഴിഞ്ഞാൽ നിനക്ക് അറിയാൻ പാടില്ല, നീ എവിടുത്തെ ഡ്രൈവറാണ്, നിന്നെയൊക്കെ വണ്ടിക്ക് ഓട്ടം വിളിച്ച് എന്നെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡ്രൈവറോട് ദേഷ്യപ്പെടുക കണ്ട സച്ചി. ഈ സമയത്ത് രേവതി പറയുന്നുണ്ട്, എന്തായാലും ഇപ്പം ദേഷ്യപ്പെട്ട സമയമാണ്, നമുക്ക് വണ്ടി കണ്ടെത്താം, നിനക്കറിയാവുന്ന ടീംസാണ് വണ്ടി മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് ചോദിക്കുന്ന സമയത്ത്, ഇല്ല ചേട്ടാ എനിക്കറിയില്ല, രണ്ടുപേര് ബൈക്കിൽ വന്നതിന് ശേഷം വണ്ടി മോഷ്ടിച്ചുകൊണ്ട് പോയതാണ്, ആകെ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഈ ഡ്രൈവർ പറയുകയാണ് കേട്ടോ. നീ ഇനി ആർക്കിനും പലിശ കൊടുക്കാനുണ്ട്, അതല്ലെങ്കിൽ വണ്ടിയുടെ പേപ്പറൊക്കെ വെച്ചിട്ട് കട എടുത്തിട്ടുണ്ട്, ഇനി അവരാണോ കൊണ്ടുപോയതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, ഇല്ല അങ്ങനെയൊക്കെ ലോൺ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ എന്നെ വഴക്ക് പറയും, അതുകൊണ്ട് ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല എന്നൊക്കെ ഡ്രൈവർ പറയുകയാണ്. പിന്നെ ആരായിരിക്കും വണ്ടി മോഷ്ടിച്ചുകൊണ്ട് പോയെന്നുള്ള ആകെ ടെൻഷനിലാണ് സച്ചി.
പിന്നെ ആരായിരിക്കും വണ്ടി മോഷ്ടിച്ചുകൊണ്ട് പോയെന്നുള്ള ആകെ ടെൻഷനിലായിട്ട് സച്ചി ഉള്ളത്. അതിനുശേഷം അവിടെ നേരെ വണ്ടി എടുത്തുകൊണ്ട് കൂടി പലയിടങ്ങളിലായിട്ട് ഈ പൂമാല കൊണ്ടുപോയിരിക്കുന്ന വണ്ടി അന്വേഷിച്ചിറക്കിയാണ്. എന്നാൽ എങ്ങു നിന്നും കാണാത്തതുകൊണ്ട് തന്നെ രണ്ടുപേർക്ക് നിരാശയാണ് ഫലം കിട്ടുന്നത്. അങ്ങനെ കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോഴത്തേക്ക് സങ്കടത്തോടെ തന്നെ സച്ചി വണ്ടി നിർത്തുകയാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ രേവതി ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് സച്ചിയായിട്ട്, എവിടെ അന്വേഷിക്കാനാണെന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് അറിയില്ല, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല, എത്ര നേരമായി അന്വേഷിച്ചുകൊണ്ട് കിടക്കുന്നു, എങ്ങു നിന്നും വണ്ടി കാണുന്നില്ല എന്നൊക്കെ പറയാണ്. കൂട്ടത്തിൽ തന്നെ സച്ചി പറയുന്നുണ്ട്, എൻ്റെ പൈസ പോയതിലല്ല എനിക്ക് സങ്കടം, നീയും ദേവും ചേച്ചിമാരെ രാത്രി ഉറക്കം വെച്ച് പൂമാല കിട്ടിയതല്ലേ, ആ ഒരു പൂമാലയ്ക്കുള്ള ഒരു അധ്വാനത്തിന്റെ ഫലം പോലും നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെയാണ് സച്ചി പറയുന്ന സമയത്ത് അനൂപിന്റെ കോള് വരുന്നത് കേട്ടോ. കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ തന്നെ അനൂപ് എന്ന് വിളിക്കുന്ന സമയത്ത് അനൂപല്ല, ഞാൻ വിജയകുമാർ ആണെന്ന് പറയുകയാണ്. കൂട്ടത്തിൽ തന്നെ അനൂപിനെ തല്ലുന്ന സൗണ്ടും കൂടി സച്ചി കേൾക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് സച്ചിക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. പെട്ടെന്ന് തന്നെ വിജയകുമാർ സാറ് പറയുന്നുണ്ട്, നീ പൂമാലക്കുള്ള ഓർഡർ മേടിച്ച് 25,000 രൂപ അഡ്വാൻസ് മേടിച്ചിട്ട് പൂമാല എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് താൻ ഇവിടെ നിന്ന് വണ്ടി അയച്ചു വിട്ടു എന്നുള്ള സത്യങ്ങളെല്ലാം തന്നെ സച്ചി പറയുന്നുണ്ടെങ്കിൽ വിജയകുമാർ സാർ ഇത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല കേട്ടോ. സച്ചിയുടെ ഓരോ മറുപടിക്കും ഇവിടെ അനൂപിന്റെ കാരണം നോക്കി തന്നെ ഇദ്ദേഹം കൊടുത്തോണ്ടിരിക്കുകയാണ്. ഈ സമയം സച്ചി പറയുന്നുണ്ട്, സാർ അനൂപിനൊന്നും ചെയ്യില്ല, ഞാൻ എന്തായാലും പൂമാലക്കുള്ള വണ്ടി അങ്ങോട്ടേക്ക് വിട്ടതാണ്, എൻ്റെ ഭാര്യയും അനിത്യയും അവളുടെ ചേച്ചിമാരും കൂടി 500 പൂമാല ഇന്നലെ രാത്രി തന്നെ കെട്ടി തീർന്നായിരുന്നു, അത് ഞാൻ അങ്ങോട്ടേക്ക് കയറ്റി അയച്ചതുമായിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും കയറ്റി വിട്ടു, നീ എതിർ പാർട്ടിക്കാരൻ്റെ ആളല്ലേ, എനിക്കറിയാം, നീ അവരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് എനിക്ക് പൂമാല കെട്ടിത്തരാതെ രാവിലെ വിളിച്ചിട്ട് തന്നെ ഇങ്ങനെ നുണക്കഥ പറയുകയാണല്ലേ എന്നൊക്കെ ഇങ്ങനെ വിജയകുമാർ സാർ ചോദിക്കുന്ന സമയത്ത്, അല്ല സാർ പൂമാല കെട്ടി തീർന്നതാണ്, രാവിലെ എന്നെ വണ്ടിയിൽ കയറ്റി വിട്ടതുമാണെന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഒന്നും തന്നെ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. സച്ചി എതിർ പാർട്ടിക്കാരുടെ ടീമാണെന്ന രീതിയിലാണ് വിജയകുമാർ സാർ സംസാരിക്കുന്നത്. മാത്രമല്ല, അരമണിക്കൂർ സമയം കൊണ്ട് തരും, അതിനുള്ളിൽ തന്നെ പൂമാല ഇവിടെ എത്തിയില്ല എന്നാണെങ്കിൽ 2 പൂമാല ഞാൻ മേടിക്കും, അതിലൊന്ന് നിന്റെ കൂട്ടുകാരനും ഒന്ന് നിനക്കുമായിരിക്കും എന്നൊരു ഭീഷണികളും നടത്തിയിട്ടാണ് വിജയകുമാർ സാർ കോൾ വെക്കുന്നത്. കോൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വിജയകുമാർ സാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ, അതായത് പാർട്ടിക്ക് വേണ്ടിയിട്ട് താൻ മനഃപൂർവ്വം പൂമാല മാറ്റി വെച്ചതാണെന്ന രീതിക്കാണ് വിജയകുമാർ സാർ സംസാരിച്ചതെന്നൊക്കെ രേവതിയോട് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല, ഇവർ പറഞ്ഞിട്ട് കാര്യമില്ല, പാർട്ടിയിലുള്ളവർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുള്ളൂ എന്ന് സച്ചി പറയുന്നുണ്ട്. എങ്ങനെയും വണ്ടി കണ്ടെത്തിയേ മതിയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി പറയുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം ഉണ്ടാവും, സച്ചിനെ ചിന്തിച്ച് നോക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിനെ രേവതി സമാധാനിപ്പിച്ചിരുന്ന ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിലവിൽ ഇന്നത്തെ എപ്പിസോഡ് ദൂരം വന്നിട്ടില്ല. സിറകടിക്ക് മാസയിലെ ഈ ഒരു എപ്പിസോഡിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.